24 മണിക്കൂറുകളിൽ എത്രയോ സമയം നമ്മൾ പലതിനും വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. എന്നാൽ റബ്ബിന് വേണ്ടി കുറഞ്ഞ സമയം മാറ്റിവെക്കാൻ പലപ്പോഴും നമുക്ക് സമയം കിട്ടാറില്ല, ഇല്ലേ? പല തിരക്കുകളാണ്. ഇശാ മഗ്രിബിൻ്റെ ശേഷമുള്ള 1 മണിക്കൂർ സമയമെങ്കിലും നമ്മളൊന്ന് ഇബാദത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ നേട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ചെയ്യേണ്ടത് എന്നും, കുറഞ്ഞ പക്ഷം വീട്ടിലുള്ള ആളുകളെങ്കിലും, ജോലിക്ക് പോകുന്ന ആളുകൾ പിന്നെ ജോലി ചെയ്യുകയാണെന്നെങ്കിലും പറയാം, വീട്ടിലുള്ള ആളുകളെങ്കിലും ഇശാ മഗ്രിബിനിടയിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ വീട്ടിലേക്ക് വലിയ ബറക്കത്തും അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ ഐശ്വര്യവും കടന്നു വരാൻ കാരണമായി തീരും. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട ഇശാ മഗ്രിബിൻ്റെ പുണ്യമാക്കപ്പെട്ട ആ ഇടയിലുള്ള സമയം എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ രൂപത്തിലൊന്ന് പറഞ്ഞുതരാം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താനുള്ള ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ, ഇല്ലേ? നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സ്വാലിഹായ അഅ്മാലുകളിൽ അള്ളാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ. പ്രകൃതി മുഴുവൻ തസ്ബീഹ ചൊല്ലുന്ന ഒരു സമയമാണ് ഇശാ മഗ്രിബിനിടയിലുള്ള സമയം. എന്നാൽ നമ്മളിൽ പല ആളുകളും വെറുതെ പാഴാക്കി കളയുന്ന ഒരു സമയമാണ് ഇശാ മഗ്രിബിനിടയിലുള്ള സമയം. എന്നാൽ പല വീടുകളിലും പല ഉമ്മമാരും സഹോദരിമാരും ഒക്കെ ആ സമയത്ത് ഖുർആൻ ഓതുകയും തസ്ബീഹ് ചൊല്ലുകയും സ്വലാത്ത് ചൊല്ലുകയും ഒക്കെ ചെയ്യാൻ ഇന്നും വളരെ ശ്രദ്ധ പുലർത്തുന്ന ഒരു സമയം കൂടിയാണ്. അള്ളാഹു അവരുടെ നിന്ന് അതെല്ലാം ഖബൂലാക്കട്ടെ. അവർ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളെയും അള്ളാഹു നമ്മിൽ നിന്നും അവരിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഇശാ മഗ്രിബിനിടയിലുള്ള സമയം ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ പാഴാക്കാൻ പാടില്ല. പലപ്പോഴും നമ്മൾ പരാതി പറയാറില്ലേ, ഉസ്താദേ എൻ്റെ വീട്ടിലൊരു സമാധാനവുമില്ല, വീട്ടിൽ മക്കൾ തമ്മിൽ പ്രശ്നത്തിലാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നത്തിലാണ്, അല്ലെ മാതാപിതാക്കളും മക്കളും തമ്മിൽ പ്രശ്നത്തിലാണ്, സഹോദരങ്ങൾ തമ്മിൽ വഴക്കിലാണ്, ജോലി ശരിയാകുന്നില്ല, കച്ചവടം റാഹത്താകുന്നില്ല, തുടങ്ങിയിട്ട് ഒട്ടനവധി പ്രശ്നങ്ങൾ, ഇല്ലേ? എന്നാൽ ഈ പ്രശ്നങ്ങളുടെ കാരണം എന്താണ് എന്നോ, ഇതിന് പരിഹാരം നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നോ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങളേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ ചെയ്യൂല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളൊന്നും വിട്ടുപോകാത്തത്. എന്നാൽ ഇനി ഇൻഷാ അല്ലാഹ് നോക്കി, ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു ചെറിയൊരു മാറ്റം കൊണ്ടുവരാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോകും. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് സന്തോഷമുള്ള, സമാധാനമുള്ള, സ്വസ്ഥതയുള്ളൊരു ജീവിതം നമുക്ക് ലഭിക്കും. തീർച്ചയായിട്ടും എത്രയോ അനുഭവസ്ഥരായ ആളുകൾ എൻ്റെ വീട്ടിലിപ്പോൾ റാഹത്താണ്, സന്തോഷമാണ്, അനുഗ്രഹം വർഷിക്കുന്നത് പോലെ എനിക്കറിയാൻ സാധിക്കുന്നുണ്ട് എന്ന് നേരിട്ട് കണ്ടനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ എത്രയോ മുഅ്മിനീങ്ങളാണ് അനുഭവങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാക്കാൻ കുറഞ്ഞ പക്ഷം ഇശാ മഗ്രിബിനിടയിലുള്ള സമയമെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ചെയ്ത് നമ്മുടെ വീട് അള്ളാഹുവിന് ഇഷ്ടമുള്ളൊരു വീടാക്കി മാറ്റാം. ശൈത്താന്മാർ കൂടുതൽ പാർക്കുമ്പോഴാണല്ലോ അവിടെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്നത്. ഈ ശൈത്താന്മാരൊക്കെ ഓടിപ്പോകാനുള്ള കുറേ വഴികളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വീട്ടിൽ ശൈത്താന്മാർ പാർക്കാതിരിക്കാനുള്ള കുറേ മാർഗ്ഗങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് 1-2 ഞാൻ പറഞ്ഞുതരാം. അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാൽ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിലും വലിയ ഐശ്വര്യം ഉണ്ടാവും. ഒന്നാമതായി, ഇശാ മഗ്രിബിനിടയിൽ നിങ്ങൾ കഴിയുമെങ്കിൽ ഒന്ന് എഴുതി വെച്ചാൽ, എവിടെയെങ്കിലും ഒന്ന് എഴുതി സൂക്ഷിച്ചാൽ നമുക്ക് ചെയ്യാനും എന്ത് ചെയ്യുക, മറന്നു പോകില്ലല്ലോ ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ വീഡിയോ ഒന്ന് സേവ് ആക്കി വെക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാം, പിന്നീട് നമുക്ക് കേൾക്കാനും ഉപകരിക്കും. സുഗന്ധം പൂശുന്നൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഇശാ മഗ്രിബിനിടയിൽ സുഗന്ധം സുഗന്ധം പുകയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക. എല്ലാ ദിവസവും മഗ്രിബ് നിസ്കരിച്ച ശേഷം, മഗ്രിബ് നിസ്കാരത്തിൻ്റെ ഇശാ നിസ്കാരത്തിൻ്റെ ഇടയിലുള്ള സമയത്ത് എന്ത് ചെയ്യുക, ഒരല്പം, അത് മഗ്രിബിന് മുമ്പ് പുകച്ചാലും വേണ്ടിയില്ല, ഒരല്പം സുഗന്ധം പുകയ്ക്കുക. ചില നാടുകളിൽ സാമ്പ്രാണി പുകയ്ക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഊത് പുകയ്ക്കുക. ഇപ്പോൾ ഒരുപാട് സംഗതികൾ, ഇപ്പോൾ ഇന്ന് ചിരട്ടയിട്ട് കത്തിച്ച് കരിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കരണ്ടിൽ കുത്തിയാലും പുകയ്ക്കാൻ പറ്റുന്ന എന്തുണ്ട്, ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ട്. അതായാലും മതി. നമ്മുടെ വീട്ടിൽ ഒരു സുഗന്ധം ഇങ്ങനെ വമിക്കണം വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും. കാരണം ദുർഗന്ധം വമിക്കുന്ന സ്ഥലത്ത് ഇബ്ലീസ് കടന്നുകൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും സുഗന്ധം ഇങ്ങനെ പുകഞ്ഞു കഴിഞ്ഞാൽ, സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശി കഴിഞ്ഞാൽ ഇബ്ലീസ് ആ പരിസരത്ത് അടുക്കൂല. ഇബ്ലീസിന് ഇഷ്ടമല്ല, ഇബ്ലീസിന് നല്ലതൊന്നും പറ്റൂല. അതുകൊണ്ട് ഇബ്ലീസ് എന്ത് ചെയ്യും, പാഞ്ഞു പോകും. സുഗന്ധം പുകച്ചാൽ കിട്ടുന്ന കുറച്ച് നേട്ടങ്ങളൊന്നും ഞാൻ പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുന്ന, നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് സുഗന്ധം ഉപയോഗിക്കൽ. സുഗന്ധം ശരീരത്തും വസ്ത്രത്തിലും ഒക്കെ പുരട്ടലും നബി തങ്ങൾക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ സുഗന്ധം ആസ്വദിക്കൽ മുത്തുനബി തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. നബി തങ്ങളുടെ ജീവിതം പറയുന്നുണ്ട്, അവിടുന്ന് ഭക്ഷണത്തിന് വേണ്ടി ചെലവാക്കിയതിനേക്കാൾ കൂടുതൽ സുഗന്ധത്തിന് വേണ്ടി, അത്തറിന് വേണ്ടിയൊക്കെ അവിടുന്ന് ചെലവാക്കിയിരുന്നു എന്ന പൈസ സമ്പാദ്യം സുഗന്ധം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ചിലവാക്കിയിരുന്നു. അത്രത്തോളം ഇഷ്ടമുള്ള, നബി തങ്ങൾക്ക് മഹബ്ബത്തുള്ളൊരു സംഗതിയാണ് സുഗന്ധം ഉണ്ടാക്കുക. അതിന് കുറേ പുകമാരി ഉണ്ടാക്കുക എന്നല്ല, കുറേ അങ്ങോട്ട് പുകച്ചിട്ട് എന്ത് ചെയ്യുക, കൊതുകിനെ ഓടിക്കുക, ആ പരിപാടിയല്ല. മറിച്ച് സുഗന്ധം ഉണ്ടായാലും മതി. ചെറിയൊരു പുക എന്ത് ചെയ്യുക, ആ സുഗന്ധത്തോടു കൂടിയുള്ള പുക, അത് വലിയ ബർക്കത്താണ്. നമ്മുടെ ജീവിതത്തിൽ ആ വീട്ടിലൊക്കെ വലിയ ഐശ്വര്യം ഉണ്ടാകാനും ബർക്കത്തുണ്ടാകാനും ഒക്കെ കാരണമായി തീരും. ഞാനൊരു 5-6 നേട്ടങ്ങൾ പറഞ്ഞു തരട്ടെ ഇൻഷാ അല്ലാഹ് സുഗന്ധം പുകച്ചാലുള്ള. ഒന്ന്, സിഹറിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നീങ്ങി കിട്ടും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വഴക്കും അതുപോലെ
ഒരു ബർക്കത്തില്ലായ്മയൊക്കെ അതെന്തോ ആരോ എനിക്ക് വേണ്ടി എന്തോ ചെയ്തതാണെന്നൊക്കെ പലപ്പോഴും തോന്നലുണ്ടാവുമല്ലോ. അങ്ങനെ തോന്നലൊക്കെ ഉണ്ടെങ്കിൽ സിഹർ ചെയ്തതാണ് എന്നുള്ള പ്രശ്നം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എത്ര സിഹറാണെങ്കിലും ശരി അത് നീങ്ങിപ്പോകാൻ, ബാത്തിലായി പോകാൻ ഈ സുഗന്ധം പുകയ്ക്കുന്നത് കൊണ്ട് കാരണമായി തീരും. അപ്പം അതുകൊണ്ട് വല്ല സിഹറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതൊക്കെ നീങ്ങിപ്പോയിക്കോളും. രണ്ടാമത്തത്, ഷെയ്ത്താന്മാരെന്ത് ചെയ്യും, അകന്നു പോകും. ഇബിലീസുകൾ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് പോലും നിൽക്കൂല, ഓടിപ്പോകും. ഇബിലീസുകൾ മാഞ്ഞു പോകും. മൂന്നാമത് കിട്ടുന്നത് മലക്കുകൾ അടുത്തു വരും. അതായത് മലക്കുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സുഗന്ധം. അപ്പോൾ സുഗന്ധം വമിക്കുന്ന വീട്ടിലേക്ക് മലക്കുകൾ കൂടുതൽ അടുക്കാൻ കാരണമായി തീരും. നാലാമത് കാണാം, ആത്മാക്കൾ, റൂഹ്, അവരുടെ ഭക്ഷണമാണിത്. നമുക്കറിയാം നല്ല നല്ല ആത്മാക്കൾ അവരിങ്ങനെ ചുറ്റി നടക്കുമെന്നൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പം നല്ല നല്ല ആത്മാക്കളുടെ ഭക്ഷണം അത് സുഗന്ധമാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചതായി കാണാം, റൂഹിൻ്റെ ഭക്ഷണം. അപ്പോൾ നല്ല ആത്മാക്കൾ നമ്മളുടെ വീടിൻ്റെ പരിസരങ്ങളിലേക്ക് വരാൻ, വീട്ടിലേക്ക് വരാനൊക്കെ, അപ്പോൾ ഉസ്താദെ വീട്ടിലേക്ക് പ്രേതം കയറി വരുമോ എന്നൊന്നും ചിന്തിക്കേണ്ട. നല്ല ആത്മാക്കൾ വന്നാൽ നമ്മൾ ചെയ്യുന്ന തസ്ബീഹുകളും നമ്മൾ ചെയ്യുന്ന ദുആയിനൊക്കെ അവർ ആമീൻ പറയും. ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗുണം എന്താ, ആ ആമീൻ കൊണ്ട് നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടും. അതാണ് നേട്ടം. അല്ലാതെ പ്രേതം വന്ന് നമ്മളെ പേടിപ്പിക്കാൻ വന്നു അങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഇനി അങ്ങനെ ആരെങ്കിലും പേടിച്ചിട്ട് സുഗന്ധം പുകയ്ക്കാതിരിക്കേണ്ട. സുഗന്ധം പുകച്ചാൽ നേട്ടമാണ്. ഈ മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ, മലക്കുകൾ നമ്മൾ കാണുന്നില്ല, എന്നാൽ നമ്മൾ ദുആ ചെയ്യുന്ന ദുആയിന് മലക്കുകൾ ആമീൻ പറയും, ഇല്ലേ? ഈ ബിലീസുകൾ നമ്മുടെ വീട്ടിലുണ്ട്. ബിലീസുകൾ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. ബിലീസുകൾ ഏറ്റവും ഷെറുണ്ടാക്കുന്ന സാധനങ്ങളാണ്. ആ ബിലീസുകൾ നമ്മൾ ആട്ടി ഓടിക്കുകയാണ് സുഗന്ധം പുകയ്ക്കുന്നത്. അതോടൊപ്പം നല്ല നല്ല ആത്മാക്കൾ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ അവർ നമ്മുടെ ദുആഇനൊക്കെ ആമീൻ പറയും, നമ്മുടെ ദുആ സ്വീകരിക്കാൻ കാരണമായി തീരും. ഇനി അഞ്ചാമതായി കാണാം, ഇബാദത്തുകൾക്ക് ഉന്മേഷമുണ്ടാകും. ഇബാദത്തുകൾക്ക് ഉന്മേഷം വരിക എന്ന് പറഞ്ഞാൽ എന്താ, നിസ്കാരത്തിനൊക്കെ സാധാരണ നിസ്കരിക്കുന്നതിനേക്കാൾ ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി നിസ്കരിക്കാൻ കഴിയും. ദുർഗന്ധം വമിക്കുന്ന സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് നിസ്കരിക്കാൻ കഴിയുക? അപ്പോൾ നല്ല സുഗന്ധമുണ്ടെങ്കിൽ നമുക്ക് നല്ല റാഹത്തായി സന്തോഷത്തോടെ നല്ല ആത്മനിർവൃതിയോടെ നിസ്കരിക്കാൻ കഴിയും, ഇല്ലേ? ഇബാദത്ത് ചെയ്യാനും ഖുർആൻ ഓതാനും ഒക്കെ നബിതങ്ങളുടെ പറയുന്നുണ്ട്, സാധാരണ നിസ്കരിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി, 70 ഇരട്ടിയോളം പ്രതിഫലം കൂടുതൽ ലഭിക്കും അത്തറ് പൂശിയിട്ട് സുഗന്ധത്തോട് കൂടിയിട്ട് നിസ്കരിക്കുന്നതിന്. സുഗന്ധത്തോട് കൂടി ഖുർആൻ ഓതുന്നതിന് സാധാരണ ഓതുന്നതിനേക്കാൾ 70 ഇരട്ടി കൂലി. എല്ലാ ഇബാദത്തുകൾക്കും അങ്ങനെ. ഒരു സുബ്ഹാനല്ലാഹ് സുഗന്ധത്തോടു കൂടി ചൊല്ലിക്കഴിഞ്ഞാൽ സാധാരണ ചൊല്ലുന്നതിനേക്കാൾ 70 സുബ്ഹാനല്ലാഹ് ചൊല്ലിയ കൂലി. അപ്പോൾ 70 ഇരട്ടി കൂലി ലഭിക്കാൻ ഈ സുഗന്ധം പൂശുക എന്നുള്ള, സുഗന്ധം പുകയ്ക്കുക എന്നുള്ള ആ ഒരു അമല് കൊണ്ട്, ഇബാദത്ത് കൊണ്ട് നമുക്ക് കിട്ടും. അടുത്തതായി കിട്ടുന്നൊരു നേട്ടം എന്താ, കൽബിൽ നിന്നും മോശമായ ചിന്തകൾ എന്തൊക്കെയുണ്ട് അതെല്ലാം മാറിപ്പോകും. നമ്മുടെ കൽബിൽ മോശമായ എന്തൊക്കെ ചിന്തകളുണ്ടോ ആ ചിന്തകളെല്ലാം നീങ്ങിയിട്ട് കൽബിൽ നല്ല ചിന്തകൾ കടന്നു വരും. നല്ല ചിന്ത കടന്നു വന്നാലുള്ള ഗുണം എന്താ, നമുക്ക് നല്ലത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ, ഇല്ലേ? നമ്മുടെ വീട്ടിൽ സുഗന്ധം വഹിക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിലെ മക്കൾ, ഭർത്താവ്, ഭാര്യ, കുടുംബാദികൾ, സഹോദരങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് കരുതുക. ഇവരെല്ലാവരും നല്ല ചിന്തയുള്ളവരായി കഴിഞ്ഞാൽ ആ വീട്ടിൽ എന്ത് റാഹത്തുണ്ടാവും, സന്തോഷം ഉണ്ടാവും. പിന്നെ അവിടെ പരാതി പറയേണ്ട ആവശ്യം വരുമോ? അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പോൾ നല്ല ചിന്തകൾ വരാൻ കാരണമായി തീരും. ഇനി അടുത്തതുപോലെ തന്നെ, ഇനി നമ്മുടെ വീടുകളിലൊക്കെ പ്രാണിശല്യമുണ്ട് എങ്കിൽ, വീടുകളിൽ പ്രാണികളുടെ ശല്യം ചിലപ്പോൾ എന്താണ്, ഈ ചില വീടുകളിലൊക്കെ പാറ്റ ശല്യം കൂടുതലുണ്ടാകും, ചിലയിടത്ത് പല്ലി ശല്യം ആയിരിക്കും ഉണ്ടാകുക, ഇല്ലേ? ചിലയിടത്ത് എലികളുടെ ശല്യം ആയിരിക്കും ഉണ്ടാകുക, ചിലയിടത്ത് ഉറുമ്പിൻ്റെ ശല്യം, ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങൾ. ഇനി അതിനേക്കാൾ വലുത് പാമ്പിൻ്റെ ശല്യമുള്ള വീടുകളുണ്ട്, ഇല്ലേ? ചില വീടുകളിൽ എപ്പോൾ നോക്കിയാലും പാമ്പുകളുണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പല തരത്തിലുള്ള ജന്തുജീവജാലങ്ങൾ, ഇത്തരത്തിലുള്ള ജീവജാലങ്ങളുടെ ശല്യമുള്ള വീടുകളാണെങ്കിൽ ആ ശല്യങ്ങൾ നീങ്ങിപ്പോകാൻ കാരണമായി തീരും. എന്നാൽ ചില ജീവികൾ നമ്മളുടെ വീട്ടിലേക്ക് കടന്നു വരൽ അതൊരു ബറക്കത്താണ്. ചില ജീവികൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരൽ, പാറിപ്പറക്കലൊക്കെ അതൊക്കെ ബർക്കത്താണ്. അതല്ല പറയുന്നത്, മറിച്ച് ശല്യമായി തീരുന്ന ജീവജാലങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തീയും ഒഴിവായി കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ ഇനി എണ്ണി എത്രയോ മഹത്വങ്ങൾ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് ഇങ്ങനെ കുറേ നേട്ടങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഇബാദത്ത് എന്ത് ചെയ്യുക, സുഗന്ധം പുകയ്ക്കുക എന്നുള്ള ഇബാദത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഇനി പുകയ്ക്കാനൊരു വകുപ്പില്ല, എന്നാൽ എന്ത് ചെയ്യുക, കുറച്ച് സുഗന്ധം, ഇപ്പോൾ പനിനീരോ മറ്റോ എന്താ സുഗന്ധമുള്ള സംഗതി അല്ല, അത്രയെങ്കിലും വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് എല്ലായിടത്തും ഒന്ന് കുടയുക. എന്നാലും എന്ത് ചെയ്യും, ഒരു സുഗന്ധം ഉണ്ടാവും, അല്ലേ? വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്യുകയോ കുടയുകയോ ഒക്കെ ചെയ്യാം. ഇനി അതല്ല, ഇനി റൂം സ്പ്രേ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതൊന്നും പറ്റാത്തടത്താണ് കേട്ടോ, സുഗന്ധം പുകയ്ക്കാൻ ഇല്ലാത്തടത്ത് റൂം സ്പ്രേ അടിച്ച് വീട്ടിലൊന്നും എന്ത് ചെയ്യുക, സുഗന്ധമാക്കി. അങ്ങനെയും പറ്റും. നമുക്ക് എങ്ങനെയാണ് സുഗന്ധം ഉണ്ടാക്കാൻ പറ്റുന്നത് ആ രൂപത്തിലൊക്കെ ഭിത്തിയിൽ പുരട്ടാം. അതുപോലെ തന്നെ കർട്ടനുകളിൽ, നമ്മുടെ കിടക്കുകളിൽ, അങ്ങനെ സുഗന്ധം വേണ്ട സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, നമുക്കത് പുരട്ടിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ആ സുഗന്ധം ആസ്വദിക്കാൻ കഴിയും. മലക്കുകൾക്ക് വലിയ ഇഷ്ടമാണ്. നമ്മുടെ ശരീരങ്ങളിൽ പുരട്ടണം, ഇരിക്കുന്ന സ്ഥലങ്ങളിൽ, നിസ്കരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മുസല്ലകളിലൊക്കെ ഈ ഒരു സുഗന്ധം പുരട്ടിക്കഴിഞ്ഞാൽ വലിയ റാഹത്തും സന്തോഷം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഒന്ന് ചെയ്തു നോക്കൂ, ഇന്നു മുതൽ ഒന്ന് ചെയ്തു നോക്കൂ. ഇൻഷാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും അത് ശ്രദ്ധിക്കാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. ഇശാ മഗ്രിബിനിടയിൽ ഉള്ള സമയം അനാവശ്യമായി പുറത്ത് കറങ്ങി നടക്കാതിരിക്കുക.
ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കുക. ആ സമയത്ത് പുറത്തേക്ക് എന്ത് ചെയ്യുക, ടൂർ പോവുക. ആ സമയം കറങ്ങി നടക്കാൻ പറ്റിയൊരു സമയമല്ല. ഇനി പുറത്ത് പോകണോ, ഇശാ കഴിഞ്ഞിട്ട് പോയിക്കോളി. ഇശാ മഗ്‌രിബിനിടയിലുള്ള സമയം എന്ത് ചെയ്യുക, പുറത്തിങ്ങനെ കറങ്ങി നടക്കാൻ തിരഞ്ഞെടുക്കാതിരിക്കുക. അതിനുള്ള കാരണം പറയുന്നുണ്ട്. ഇശാ മഗ്‌രിബിനിടയിലുള്ള സമയം ഇബിലീസുകൾ അധികമായി വിഹരിക്കുന്നൊരു സമയമാണ്. ഇബിലീസുകൾക്ക് കൂടുതൽ എന്ത് ചെയ്യുക, ഒരു ത്വര, വഴിതെറ്റിക്കാനുള്ള ത്വരയോടുകൂടി ഇങ്ങനെ തിരഞ്ഞടക്കുന്ന സമയമാണ്. ആ സമയത്ത് പുറത്ത് കറങ്ങി നടക്കുന്നവരെ ഇബിലീസ് പെട്ടെന്ന് പിടികൂടും. അതുകൊണ്ടാണ് ആ സമയത്ത് മക്കളെ പുറത്തിറക്കാൻ പാടില്ല എന്ന്, മക്കളെ എന്ത് ചെയ്യാൻ പാടില്ല, വീട്ടിനുള്ളിൽ തന്നെ ആ സമയത്ത് ഇരുത്തണം എന്ന് പറയാനുള്ള കാരണം, ചെറിയ മക്കളെ ഒന്നും പുറത്തേക്ക് ആ സമയത്ത് ഇറക്കരുത് എന്നൊക്കെ പറയാനുള്ള കാരണം പെട്ടെന്ന് ഇബിലീസ് പിടികൂടാൻ കാരണമായി തീരും. ഇനി പള്ളിയിലേക്ക് പോകുന്ന ആളുകൾക്ക് അങ്ങനെ പോകാം. ഇപ്പോൾ ഇശാ കഴിഞ്ഞ് മഗ്‌രിബ് കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വന്നു, കുറച്ച് കഴിഞ്ഞ് പിന്നെ ഇശായ്ക്ക് പള്ളി, അപ്പോൾ അതിനിടയിലുള്ള സമയത്താണ് ഈ പോക്കും വരവ്. അതിനല്ല ഈ പറയുന്നത്. അതൊക്കെ എന്ത് ചെയ്യാം, കാരണം അത് നല്ല നീയത്തോട് കൂടിയിട്ടാണ് പുറത്ത്. അല്ലാതെ വെറുതെ എന്ത് ചെയ്യുക, ഒരു കാരണമില്ലാതെ വെറുതെ ചുറ്റിക്കറങ്ങി നടക്കുക, ആ ഒരു പരിപാടി നമ്മൾ ഒഴിവാക്കണം. മാക്സിമം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീടിനുള്ളിൽ അവരുടെ മുസല്ലയിൽ കഴിച്ചുകൂടാൻ ശ്രമിക്കുക. പുരുഷന്മാരാണെങ്കിൽ അവരുടെ ജോലിസ്ഥലത്താണെങ്കിൽ അങ്ങനെ ഓക്കെ. അതല്ലാതെ വെറുതെ നിൽക്കുന്നവരാണെങ്കിൽ മാക്സിമം പള്ളികളിൽ ആ സമയം ചെലവഴിക്കാൻ തയ്യാറായാൽ അവരുടെ ജീവിതത്തിൽ വലിയ റാഹത്തുണ്ടാകും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നോക്കി എത്ര ഉപ്പമാരി ഇശാന്റെയും മഗ്‌രിബിന്റെ ഇടയിൽ വീട്ടിൽ പോകാത്ത, എങ്ങും പോകാത്ത, പള്ളിയിൽ തന്നെ ഒരു തസ്ബീഹും പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഒത്തിരിക്കുന്നത്. അവരുടെ വീടുകളിലൊക്കെ എന്തൊരു റാഹത്തുണ്ടാവും, സന്തോഷം ഉണ്ടാവും, അവരുടെ ജീവിതത്തിൽ എന്തൊരു ബർക്കത്തുണ്ടാവും അല്ലേ. അള്ളാഹു അത്തരത്തിൽ നമ്മുടെ വീടും അതുപോലെ പരിസരവും നമ്മുടെ മക്കളെയൊക്കെ അങ്ങനെ ആക്കി തരുമാറാട്ടെ അള്ളാഹു. ഇനി അഥവാ ആ സമയത്ത് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പുറത്തിറങ്ങേണ്ട ആവശ്യമുണ്ട്. എന്നാൽ പുറത്തിറങ്ങുമ്പോൾ ഒരു ആയത്തുൽ കുർസി ഓതിയിട്ട്, അല്ലെങ്കിൽ ആയത്തുൽ കുർസി ഓതിയിട്ട് നമ്മുടെ സൂറത്തു തൗബയിലെ അവസാനത്തെ ആയത്തുണ്ടല്ലോ, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം തുടങ്ങുന്ന ആ ആയത്ത് ഓതിയിട്ട് ഒക്കെ എന്ത് ചെയ്യുക, പുറത്തേക്ക്. ഇബ്ലീസിൽ നിന്നൊരു കാവൽ, ഒരു പ്രൊട്ടക്ഷൻ. ഇനി അതൊന്നും ഓതാൻ അറിയില്ലെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഒന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിച്ചിട്ട് എന്ത് ചെയ്യുക, പുറത്തേക്ക് പോവുക. പുറത്തിറങ്ങുമ്പോൾ ഇബ്ലീസിൽ നിന്നൊരു കാവൽ തേടിക്കൊണ്ട് മാത്രം പുറത്തു പോവാം. ആ ഇശാ മഗ്‌രിബിനിടയിലുള്ള സമയം, ആ സമയത്ത് അല്ലാത്ത ഒരു കാരണത്തിന് വേണ്ടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. അത് നമ്മുടെ മക്കളെയും ശ്രദ്ധിക്കുക. ആ സമയത്ത് ഒരു ആവശ്യത്തിന് വേണ്ടി കളിക്കാനോ ഒന്നിനും അയലത്തെ വീട്ടിലേക്കോ ഒന്നും വിടേണ്ട ആവശ്യമില്ല. ആ സമയത്ത് വീട്ടിൽ തന്നെ ഇരുത്തുക. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കിയിട്ട് ആ സമയം ഇബാദത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാം. ഇനി വീട്ടിലിരിക്കുന്ന ആളുകൾ ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാവരും പറഞ്ഞ് കഥയും പറഞ്ഞ് സൊറ പറഞ്ഞിരിക്കണം എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ടി-വിയുടെ മുമ്പിൽ തപസ്സിരിക്കണം എന്നല്ല പറഞ്ഞത്. ആ സമയത്ത് ചെയ്യേണ്ട ചില അമലുകളുണ്ട്. ഇപ്പം മഗ്‌രിബ് നിസ്കരിച്ചു, മഗ്‌രിബ് നിസ്കാര ശേഷം അതേ പായിൽ നമുക്ക് സുന്നത്ത് നിസ്കരിക്കണം ഇല്ലേ. അപ്പം മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ കുറച്ച് തസ്ബീഹും അതുപോലെ തഹ്മീദും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും ഒക്കെ ചൊല്ലിയിട്ട് നമ്മൾ ചെറിയൊരു ദുആ ചെയ്ത് 2 റക്അത്ത് അല്ലെങ്കിൽ ഒരു 6 റക്അത്ത് അവ്വാബി നിസ്കാരം കൂടെ ചേർത്ത് എന്ത് ചെയ്യുക, ഒരു കുറച്ച് സുന്നത്തുകായ നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ചിട്ട് അതേ പായിലിരുന്നു കൊണ്ട് ഒരു സൂറത്തുൽ വാഖിഅ, ഒരു യാസീൻ, ഒരു തബാറക, ഒരു സജദ, പറ്റുന്ന സൂറത്ത്, അറിയുന്ന സൂറത്തുകളൊക്കെ ഒന്ന് ഓതിയാൽ ആ വീട്ടിൽ സൂറത്തുൽ വാഖിഅ ഓതുന്ന വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. തബാറക സൂറത്ത് മുടങ്ങാതെ ഓതുന്ന വീട്ടുകാരൻ എന്ത് ചെയ്യൂല, ഖബറിൽ ശിക്ഷിക്കപ്പെടൂല. അതുപോലെ തന്നെ സൂറത്ത് യാസീൻ ഓതുന്ന വീട്ടിൽ എന്താവശ്യവും അള്ളാഹു നടപ്പാക്കി കൊടുക്കും. ഇതിനൊക്കെ അപ്പുറം ഈ സൂറത്തുകൾ ഖുർആൻ ഓതുന്ന വീട്ടിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങും, ബർക്കത്തുണ്ടാവും. ആ വീട്ടിലേക്ക് അള്ളാഹു കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കും, റഹ്മത്തിൻ്റെ മാലാഖമാരുടെ സാന്നിധ്യം ഉണ്ടാകും. ഓക്കെ, അള്ളാഹു ആ വീട് പൊരുത്തപ്പെടും. ഭൂമിയിൽ നിന്നും നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് കാണാറില്ലേ, അതുപോലെ ആകാശത്തിലുള്ളവർ ഭൂമിയിലേക്ക് നോക്കുന്ന സമയത്ത് മലക്കുകൾ, അംലാക്കുകൾ ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഭൂമിയിൽ ഇങ്ങനെ ചില നക്ഷത്രങ്ങൾ തിളങ്ങും. അത് നക്ഷത്രങ്ങളല്ല, മറിച്ച് ഈ ഭൂമിയിൽ വസിക്കുന്ന ഖുർആൻ ഓതുന്ന വീടുകളാണ് ഈ തിളങ്ങുന്നത്. ഈ ഭൂമിയിലുള്ള ഖുർആൻ ഓതപ്പെടുന്ന വീടുകളാണ് ഈ തിളങ്ങി കാണുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ. അപ്പോൾ ആ ഒരു വീടുകൾ അറിയപ്പെടുന്ന രൂപത്തിൽ എന്ത് ചെയ്യും, നമ്മുടെ വീടൊക്കെ നമ്മൾ ഓതിയ ഖുർആൻ കാരണം അറിയപ്പെടും. അള്ളാഹുവിന് അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹു ഒരു അംഗീകാരം കൊടുക്കുന്നതാണ്. റഹ്മത്തിൻ്റെ മാലാഖമാർക്ക്, മലക്കുകൾക്ക് ഒരു അംഗീകാരം, എന്താ അവരുടെ മുമ്പിൽ ഒരു അംഗീകാരം, എന്താണ്ട എൻ്റെ അടിമ ഖുർആൻ ഓതുന്ന വീടാണിത്, എൻ്റെ അടിമ ഓതുന്ന ഖുർആനാണ് ഈ കാണുന്നത്, എൻ്റെ ബർക്കത്തുകളാണ് ഈ കാണുന്നത് എന്നിങ്ങനെ അള്ളാഹു നമ്മളെ കൊണ്ടൊരു അഭിമാനം കൊള്ളുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അള്ളാഹു അത്തരത്തിൽ നമുക്ക് ഒരുപാട് ഖുർആൻ ഓതാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പറ്റുമെങ്കിൽ മൗലിദുകൾ ഓതുക. മഹാന്മാരുടെ പേരുള്ള ദിക്റുകളും സ്വലാത്തുകളും അവരൊക്കെ പഠിപ്പിച്ചു തന്ന ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ഉണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നത് ചൊല്ലുക, ഒരുപാട് സ്വലാത്തുകൾ പരിശുദ്ധ മദീനയിലേക്ക് ചൊല്ലുക അല്ലേ. ഇത് ഖുർആൻ ഓതാൻ അറിയാത്തവരാണെങ്കിൽ അദ്കാറുകളെ കൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ നാവിനെ ഇങ്ങനെ നനച്ചുകൊണ്ടേ ഇരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലെങ്കിൽ യാ വദൂദ് യാ അല്ലാഹ്, യാ റഹ്മാൻ യാ അല്ലാഹ്. എന്താണോ അറിയുന്നത് അത് ചൊല്ലുക. ആയത്തെക്കുറിച്ച് അറിയുന്നവർ അത് ഓതിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അസ്മാഉൽ ഹുസ്ന അറിയുന്നവർ അത് ചൊല്ലുക. ഇങ്ങനെ അല്ലെ സ്വലാത്ത് നാരിയത്ത് അറിയുന്നെങ്കിൽ അത് ചൊല്ലുക. ഇനി ഒരു സ്വലാത്ത്
സ്വലാത്ത് വേറെ ഒന്നും അറിയില്ല, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്വലാത്തേ അറിയുള്ളൂ, അത് ചൊല്ലുക. അറിയുന്നത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമ്മുടെ വീടുകളെ എന്ത് ചെയ്യുക, ആ സമയത്ത് ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന വീടുകളാക്കി മാറ്റുക. TV സീരിയലുകളോ അല്ലെങ്കിൽ സിനിമകളോ പോലത്തെ സംഗതികൾ ആ സമയത്ത് ഒരിക്കലും നമ്മുടെ വീടുകളിൽ എന്തായാലും കാണാൻ പാടില്ല, ഒഴിവാക്കണം. പക്ഷേ ആ സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ നിന്ന് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ മഗ്രിബ് നിസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേക ഒരു സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട അവ്വാബിൻ നിസ്കാരം ഇല്ലേ, അവ്വാബിൻ നിസ്കാരത്തെ പറ്റി ഇൻഷാ അല്ലാഹ് വിശദമായ ഒരു വീഡിയോ നമുക്ക് അടുത്ത് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അവ്വാബിൻ നിസ്കാരമൊക്കെ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട നിസ്കാരങ്ങളാണ്. ഇനി അതല്ല ദുഹാ നിസ്കാരത്തിനാണ് അവ്വാബിൻ നിസ്കാരം എന്ന് പറയുന്ന അഭിപ്രായമൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തായാലും അതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ വീഡിയോ അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇശാ മഗ്രിബിനിടയിലുള്ള സമയം നമ്മൾ ധന്യമാക്കി നോക്കി ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ പിന്നീട് പരാതി പറയേണ്ടി വരില്ല. നമ്മളൊരാളോടും എന്ത് ചെയ്യുക, എൻ്റെ വീട്ടിൽ പ്രശ്നമാണ്, പ്രയാസമാണ്, പ്രതിസന്ധിയാണ് എന്നൊന്നും ആരോടും പരാതി പറയേണ്ടി വരില്ല. ഇങ്ങനെ ഇത്തരത്തിൽ നമ്മൾ വീട്ടിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരുപാട് നേട്ടങ്ങൾ, നമ്മുടെ വീട്ടിലെ കടങ്ങൾ തീരാൻ, ബുദ്ധിമുട്ടുകൾ മാറാൻ, പ്രയാസങ്ങൾ തീരാൻ, പരസ്പര വഴക്കുകൾ മാറാൻ, അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ നീങ്ങിപ്പോകാൻ, നമ്മുടെ ജോലി ശരിയാകാനും, അതുപോലെ തന്നെ വീട്ടിൽ കച്ചവടങ്ങൾ ബർക്കത്തുള്ളതാകാനും, മക്കൾ റാഹത്തായി സന്തോഷത്തോടുകൂടി നല്ല സ്വാലിഹ്യങ്ങളാകാനും ഒക്കെ ഇതൊക്കെ കാരണമായി തീരും. അള്ളാഹു അത്തരത്തിൽ നമ്മുടെ കുടുംബം നല്ല റാഹത്തുള്ള കുടുംബമാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഷെയർ ചെയ്യുന്ന അമലുകൾ, നമ്മൾ ഷെയർ ചെയ്യുന്നതൊക്കെ ഇബാദത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. കാരണം ഈ പറയുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഖൈർ നൽകേണ്ട കാര്യങ്ങളല്ലേ. അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.